ആരെയാ എഴുതിയത്? ആരെ ആക്ഷേപിച്ചത്? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ആരെയും തരംതിരിച്ചു പറയുകയല്ല, ഞാനിവിടെ പാട്ട് പറയുകയല്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. ഒന്നറിയണം, ശംസുല്ലലമാന മറക്കണ്ട. ഈ സമുദായത്തിന് നല്ലൊരു അസ്തിത്വം ഉണ്ടാക്കി തന്നത് ശംസുല്ലലമയാണ്. ഇന്നത്തെ NRC പോലെ CAA പോലെ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തും വരാൻ പോവുകയായിരുന്നു ഒരു കരിനിയമം. പാർലമെന്റിൽ ചർച്ച ചെയ്തോ, ലോക്സഭയിൽ ചർച്ച ചെയ്തോ, ഏക സിവിൽ കോഡ്, എല്ലാവർക്കും ഒരേ മതം, ഒരേ ആചാരം, ഒരേ ജീവിതശൈലി, ഇത് മാത്രമേ പറ്റൂ. അതൊന്ന് ചർച്ച ചെയ്താൽ എന്തേ എന്നറിയാൻ പാർലമെന്റിൽ മീറ്റിംഗ് കൂടിയിട്ട് ചർച്ച നടത്തുമ്പോ നമ്മുടെ ഇന്ത്യയിലെ MP-മാർ, പ്രത്യേകിച്ച് സുലൈമാൻ സെട്ടുവിനെ പോലെ, ബനാത്തുവാല സാഹിബിനെ പോലെയുള്ളവർ, മുസ്ലിം നേതാക്കന്മാർ മഹാനായ ശംസുല്ലുൽ മതങ്ങളെ കണ്ടോ, അല്ലെങ്കിൽ ശംസുല്ലുൽ മതങ്ങൾ അവരെ വിളിപ്പിച്ചോ, എന്നിട്ട് അവരോട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തോ. പറ്റില്ല, നമുക്ക് ഏക സിവിൽ കോഡ് പറ്റില്ല, മുസ്ലിമിന് ഒരിക്കലും അത് സ്വീകരിക്കാൻ പറ്റില്ല. ഞങ്ങളെ ഒരാളും ബുദ്ധിമുട്ടാക്കരുത്, ഞങ്ങൾ ഒരാൾക്കും ബുദ്ധിമുട്ടാവുകയുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ വഴി വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ അവസരമുണ്ടാക്കണം. ഞങ്ങളെ ദീനിന്റെ വള്ളിപുള്ളി വ്യത്യാസപ്പെടാതെ, ഞങ്ങളെ ആചാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ മാറ്റം വരുത്താതെ, അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ അടിമകളായി, ഒന്നൊന്നര മുസ്ലിമായി, രണ്ടാമതൊരു ഭാരതീയനായി, യഥാർത്ഥ ഇന്ത്യക്കാരനായി, നല്ലൊരു ദേശസ്നേഹിയായി, ഈ നാടിന്റെ ജുഡീഷ്യറി അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായി ജീവിച്ച് മരിക്കാൻ നമുക്ക് അനുമതി തരണോ? അതിനെതിരെ ഏത് നിയമം വന്നാലും, ഏത് നിയമം കൊണ്ടുവന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ അന്നീ സമുദായത്തെ നാടാന്തരം, ഗ്രാമാന്തരം വലിയവരായ നേതാക്കളോടൊപ്പം ഇറങ്ങിയിട്ട് ഉത്ബുദ്ധരാക്കിയവരാണ്, ജനങ്ങളെ ബോധവൽക്കരിച്ചവരാണ് മഹാനായ ശംസുല്ലുൽ മതങ്ങള്. ശംസുല്ലുൽ മതങ്ങള് ഈ സമസ്ത എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് അജയ്യമായ നേതൃത്വം നൽകിയ മഹാനര, എല്ലാം കൊണ്ടും ജീവിത വിശുദ്ധി കാത്ത മഹാനര. അതുകൊണ്ടല്ലേ സുന്ദരമായ മരണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുള്ള മരണ, അവസാനത്തെ ബാങ്കിന്റെ അവസാനത്തെ വാക്കിന്, സുബഹി ബാങ്കിന്റെ അവസാനത്തെ വാക്കിന് എല്ലാവരും കേൾക്കേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജവാബ് പറഞ്ഞിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകാൻ അല്ലാഹു തൗഫീഖ് നൽകപ്പെട്ട മഹാനായ ശൈഖുന ശംസുൽ ഉലമാ.